നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. മായന്നൂർ കലംകണ്ടത്തൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഊട്ടുപുര സമർപ്പണവും സാംസ്കാരിക സമ്മേളനവും നടന്നു. സാംസ്കാരിക സമ്മേളനം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കലംകണ്ടത്തൂർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ 2016 നടന്ന നവീകരണ കലശവും ഗോളക സമർപ്പണത്തിനും ശേഷമാണ് ക്ഷേത്രത്തിലൊരു ഊട്ടുപുരയും സപ്താഹ മണ്ഡപവും നിർമ്മിക്കുക എന്ന ആശയം ഉയർന്നു വരുന്നത്. 2018 തന്നെ ഊട്ടുപുര നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. കോവിഡിന്റെ സാഹചര്യത്തിൽ നീണ്ട 3 വർഷക്കാലം നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചതിനു ശേഷം 2021 ക്ഷേത്ര ക്ഷേമ സമിതിയുടെ നിരന്തര പ്രവർത്തനങ്ങളുടെ ഫലമായി നിർമ്മാണം പുനരാരംഭിച്ചത്. ക്ഷേത്രത്തിലെ ഊട്ടുപുരയുടെ സമർപ്പണം തൃശൂർ തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർ വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ഭൂതി നിർവഹിച്ചു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ക്ഷേത്രം തന്ത്രി മുണ്ടനാട്ടുമന പ്രമോദ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ദീപം തെളിയിച്ചു. പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഭാരതപ്പുഴയുടെ അക്കര ശില്പികളും ഇക്കരെ ശില്പങ്ങളും ശിലകളും എന്നാണ്. അപ്പോൾ അക്കരയിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ള ശില്പികളാണ് ഈ ക്ഷേത്രങ്ങളിൽ മുഴുവൻ കൃഷ്ണശില വിഗ്രഹങ്ങൾ തീർത്ത ആൾക്കാർ. ഞാൻ അവരെയൊക്കെ നമസ്കരിക്കുന്നു. നമ്മൾ കൈതൊഴുന്ന വിഗ്രഹങ്ങളെ തീർത്തിട്ടുള്ള ശില്പികളെ നമസ്കരിക്കുന്നു. ഈ നരസിംഹസ്വാമിയെ എപ്പോഴും പറയുമ്പോഴും പ്രഹ്ലാദനും പിന്നെ ലക്ഷ്മി നരസിംഹ എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ ലക്ഷ്മി നരസിംഹ സാന്നിധ്യമാണ് ഇവിടെയുള്ളത്. ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഭാരതീയമായ പൈതൃകത്തിൽ ഈ ദക്ഷിണാമൂർത്തിയുടെ സങ്കല്പത്തിൽ വൃദ്ധശിഷ്യോ ഗുരുയുവ എന്നാണ്. വൃദ്ധനായ ശിഷ്യൻ ഞാനും യുവാവായ ഗുരു സ്വാമിയാരുമാണ്. അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്ത് ധൃതി പിടിച്ച് നടക്കുന്ന അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് അഭിമാനവും സന്തോഷവും തോന്നി. പിന്നെ ഇവിടെ ആണെങ്കിൽ ഭാരതത്തിൻ്റെ പരമോന്നത നീതിപീഠമൊക്കെ അല്ലെങ്കിൽ പിന്നെ ഭരണ സമിതിയൊക്കെ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് 50% സ്ത്രീ സാന്നിധ്യം എന്നുള്ളത്. അതേസമയത്ത് ഇവിടെ 99% സ്ത്രീകളാണ്. അതിന് ഈ നാടിനെ ഞാൻ അഭിനന്ദിക്കുന്നു എല്ലാവരെയും. സാധാരണ അവർ പിന്നോട്ട് നിൽക്കാറാവത്. ഇവിടെ ഇത് എൻ്റെ സ്ഥലമാണ്, എൻ്റെ അമ്പലമാണ്, എൻ്റെ ഊട്ടുപുരയാണ് എന്ന് നിറഞ്ഞിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടും അമ്മമാരോടും എൻ്റെ അഭിനന്ദനം. തെക്കേമഠം മാനേജർ വടക്കുംപാട്ട് നാരായണൻ, പാലക്കാട് സന്ദീപിനി സാധനാലയം മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ശ്യാം ചൈതന്യ, കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ക്ഷേത്ര ക്ഷേമ സമിതി പ്രസിഡന്റ് EM ബാലകൃഷ്ണൻ, ഊട്ടുപുര നിർമ്മാണ സമിതി ചെയർമാൻ MP ജനാർദ്ദനൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും മുൻ ക്ഷേത്ര ക്ഷേമ സമിതി പ്രസിഡന്റുമായ PM അനീഷ്, 1ാം വാർഡ് മെമ്പർ മനോജ്, മുൻ ക്ഷേത്ര ക്ഷേമ സമിതി പ്രസിഡന്റുമാരായ MP സോമകുമാർ, KK രാമകൃഷ്ണൻ, PM വിഷ്ണുനാഥൻ, മാതൃസമിതി പ്രസിഡന്റ് രമണി നരേന്ദ്രനാഥ്, തെക്കേമഠം മോഹനൻ തൃപ്പൂണിത്തറ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഈ ക്ഷേത്രക്ഷേമ സമിതിയോടും ഊട്ടുപുര നിർമ്മാണ സമിതിയോടും സർവാത്മനാൽ സഹകരിച്ച ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളും എന്നല്ല അയൽദേശക്കാരുടെയും മറുനാട്ടുകാരുടെയും മറ്റു മതസ്ഥരുടെയും കൃപാകടാക്ഷം കൊണ്ടും സഹായ സഹകരണങ്ങൾ കൊണ്ടും ഈ ഒരു ഉദ്യമം വൻ വിജയത്തിലെത്തുവാൻ നരസിംഹമൂർത്തിയുടെ കൃപാകടാക്ഷം കൊണ്ടും നമുക്കായി എന്നുള്ളതൊരു വസ്തുതയാണ്. അതിൽ നിങ്ങളോടൊപ്പം ഞാനും അഭിമാനിക്കുകയാണ്. അതിനായി സഹകരിച്ച ഓരോരുത്തരോടും പ്രത്യേകം ആദരവ് അറിയിച്ചു കൊള്ളട്ടെ. ക്ഷേത്രക്ഷേമ സമിതിയിൽ അതിനായി പ്രവർത്തിച്ച എല്ലാ നല്ല മനസ്സുകളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. സാംസ്കാരിക സമ്മേളനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ കൃഷ്ണൻ നയിച്ച ഭക്തിഗാനസുധയും തുടർന്ന് അതിഗംഭീരമായ അന്നദാനവും ക്ഷേത്രത്തിലുണ്ടായിരുന്നു. റൈറ്റ് ന്യൂസ് കൊണ്ടാഴി.